ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം. 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക സയ്യിദനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ഖാണ്, മഹബ്ബത്താണ്, താല്പര്യമാണ് ഈ പരിശുദ്ധമായ ശരീഅത്തിലെ എല്ലാ ഇബാദത്തുകളുടെയും അടിസ്ഥാനം. ഉദാഹരണമായി നിസ്കാരം എന്ന് പറയുന്നത് മേറാജിൻ്റെ അംഗീകാരമാണ്. ഒരാൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേറാജിനെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് നിസ്കാരത്തെ കാണാൻ കഴിയുന്നത്. കാരണം നിസ്കാരം മേറാജിൻ്റെ രാത്രിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ നിസ്കാരത്തിലെ ഓരോ അമലുകളെ പരിശോധിച്ചാലും അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഉമ്മത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് നിസ്കാരത്തിൻ്റെ കൂടെയുള്ള ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്ക് ഇഷ്കിൻ്റെ പ്രഖ്യാപനമാണ്. ബാങ്ക് അല്ലാഹു അക്ബറിൻ്റെ പ്രഖ്യാപനമല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനവുമല്ല, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളയുടെ പ്രഖ്യാപനമാണ്. അല്ലാഹു അക്ബറിൻ്റെ പ്രഖ്യാപനമാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ബാങ്ക് നിർബന്ധമാകുമായിരുന്നു, അല്ലെങ്കിൽ സുന്നത്താകുമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നിസ്കാരമുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു അക്ബറും ഉണ്ട്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ബാങ്കില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമായിരുന്നു ബാങ്ക് എങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാമിന് ബാങ്ക് ഉണ്ടാകേണ്ടിയിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന് നിസ്കാരമുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാമിന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയും ഉണ്ട്. എന്നാൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളയുടെ പ്രഖ്യാപനമാണ് ബാങ്ക് എന്നതിനാലാണ് ഈ ഉമ്മത്തിന് മാത്രം അതിൻ്റെ ഫضലാക്കപ്പെട്ടിട്ടുള്ളത്. സയ്യിദന ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെയാണ് ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ബിലാൽ റളിയല്ലാഹുവിന് പറഞ്ഞു, ഇനി ഞാൻ ബാങ്ക് കൊടുക്കൂലാന്ന്. ബിലാൽ റളിയല്ലാഹുവിന് അല്ലാഹു അക്ബർ പറയാനുള്ള പ്രയാസമല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള പ്രയാസവുമല്ല, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറയാനുള്ള പ്രയാസമാണ്. ബിലാൽ റളിയല്ലാഹുവിനു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മദീനയിൽ നിന്ന് യാത്ര പോയി. പിന്നീട് മദീനയിലേക്ക് 2 തവണയാണ് ആകെ വന്നത് എന്നതാണ് താരീഖിൽ നിന്ന് മനസ്സിലാകുന്നത്. 1-ാം തവണ വന്ന് ഉടനെ തന്നെ മടങ്ങി. 2-ാം തവണ വന്നപ്പോൾ പല ആളുകളും മഹാനവറുകളോട് ഒന്നുകൂടെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി നിർബന്ധിച്ചെങ്കിലും തയ്യാറായില്ല. അവസാനം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹുവിന് ബാങ്ക് കൊടുക്കാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹുവിന് അതിന് തയ്യാറായി. അല്ലാഹു അക്ബർ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയും പറഞ്ഞു, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറയാൻ കഴിയാതെ ബിലാൽ റളിയല്ലാഹുവിന് ബോധരഹിതനായി വീഴുകയാണ്. കാരണം ബാങ്ക് എന്ന് പറയുന്നത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനമാണ്. അതിനാൽ അതിനെ ഇഷ്കിൻ്റെ പ്രഖ്യാപനമാണ് എന്ന് പറയാം. ഇങ്ങനെ ഈ ശരീഅത്തിലെ ഏത് ഇബാദത്ത് എടുത്തു നോക്കിയാലും, ഉദാഹരണമായി മറ്റൊരു ഉദാഹരണം പരിശോധിക്കുകയാണെങ്കിൽ ഖുർആൻ പാരായണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിൻ്റെ അംഗീകാരമാണ് ഖുർആൻ പാരായണം എന്ന് പറയുന്നത്. എല്ലാ അമ്പിയാക്കൾക്കും അതാത് കാലഘട്ടത്തിലെ ജനങ്ങളുടെ കഴിവിനെ മറികടക്കുന്ന തരത്തിലുള്ള വലിയ വലിയ മുഅ്ജിസത്തുകൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ടായിരുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ പാട്ടുകാർ അധികരിച്ച കാലമായിരുന്നു. അതുകൊണ്ട് ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായ ശബ്ദത്തെ നൽകി. ദാവൂദ് നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥം പാട്ടുരൂപത്തിലുള്ളതാക്കി. മനോഹരമായ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ വേദപാരായണം കേട്ടുകൊണ്ട് പറവകൾ വരെ കാത്തു നിൽക്കൽ പതിവുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദന ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ താരീഖിലുണ്ട്. ഈസ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ചികിത്സകന്മാർ ധാരാളമുള്ള കാലമായിരുന്നു. അതുകൊണ്ട് എല്ലാ ചികിത്സകന്മാരുടെ ചികിത്സകളെയും മറികടക്കുന്ന ചികിത്സയാണ് ഈസ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തായി നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം സാഹിത്യകാരന്മാരുടെ കാലഘട്ടമാണ്. എല്ലാ സാഹിത്യത്തെയും മറികടക്കുന്ന മുഅ്ജിസത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ നൽകി.
അതുകൊണ്ട് ഖുർആനിൻ്റെ പാരായണം, ഖുർആനിൻ്റെ പഠനം തുടങ്ങിയ ഇബാദത്തുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഅ്ജിസത്തിൻ്റെ അംഗീകാരമാണ്. അതുകൊണ്ട് അതും ഇഷ്കിൻ്റെ മഹല്ലത്തിലാണ്, ഇഷ്കിൻ്റെ മക്കാമിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ പരിശുദ്ധമായ നോമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള താല്പര്യത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഏത് വർഷമാണോ റമളാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് അതേ വർഷം തന്നെയാണ് സ്വഹാബത്ത് ഏകദേശം 7ഓളം ദിവസങ്ങൾ യാത്രയും കഠിനാധ്വാനവും ചെയ്തുകൊണ്ട് ബദർ യുദ്ധം നടത്തിയത് എന്ന് കൂടി മനസ്സിലാക്കാം. ഇതൊക്കെ ഇബാദത്തുകളുടെ പട്ടികയിൽ വരുന്നു. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള താല്പര്യത്തിൽ നിന്നുണ്ടായിത്തീരുന്നതാണ്. അതുകൊണ്ട് ഈ ഉമ്മത്തിലെ എല്ലാ ഇബാദത്തുകൾ പരിശോധിച്ചാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത താല്പര്യം, ഇഷ്ക്, നബി തങ്ങളോടുള്ള മഹബത്ത് എന്നിവയിൽ നിന്നാണ് ആ ഇബാദത്തുകളെല്ലാം വന്നു ചേരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എല്ലാ ഇബാദത്തുകളുടെ രഹസ്യം പരിശോധിച്ചാലും അത് തന്നെയാണ്. പരിശുദ്ധമായ റമളാനിനെ നമ്മൾ പഴയ കാലഘട്ടം മുതലേ വാത് കേൾക്കുമ്പോൾ കേട്ടിട്ടുള്ളതാണ്. അവ്വലുഹു റഹ്മത്തുൻ വ ഔസത്തുഹു മഗ്ഫിറത്തുൻ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. റമളാനിൻ്റെ ആദ്യത്തെ 10 ദിവസം റഹ്മത്തിൻ്റെതാണ്, രണ്ടാമത്തെ 10 ദിവസം മഗ്ഫിറത്തിൻ്റെതാണ്, മൂന്നാമത്തെ 10 ദിവസം ഇത്ഖും മിനന്നാറിൻ്റെതാണ്. റഹ്മത്തിൻ്റെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്തിൻ്റെ മനുഷ്യരൂപമാണ്, ആളുരൂപമാണ്. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇന്നാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറയുന്നതും ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നബിയെ, നിങ്ങളെ ഞാൻ വാത്സല്യം, റഹ്മത്ത്, കാരുണ്യമായിട്ടാണ് അയച്ചത് എന്ന് പറയുന്നതും നിങ്ങളെ കാരുണ്യമായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് നബിയെ, നിങ്ങളെ ഞാൻ കാരുണ്യമായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ റഹ്മത്തല്ലാത്ത മറ്റൊന്നുമില്ലെന്നാണ്. അതുകൊണ്ടാണ് റഹ്മത്തിൻ്റെ മനുഷ്യരൂപമെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പറയുന്നത്. നബി തങ്ങളിൽ നിന്നാണ് റഹ്മത്തിനെ, വാത്സല്യത്തെ പഠിക്കേണ്ടത്. ലോകത്തെ ഏറ്റവും വാത്സല്യമുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ മുസ്ലിങ്ങൾ എന്തെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ അതിൻ്റെ എല്ലാം പിന്നിൽ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദ്ദുക്കും ഫിദ്ദുന്യായിയായ, അള്ളാഹു ദുനിയാവിൽ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ നബി ആയതാണെന്ന് അഷ്റഫുൽ വറ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ള എല്ലാ റഹ്മത്തുകളെയും നിഅമത്തുകളെയും ബറക്കത്തുകളെയൊക്കെ പരിശോധിച്ചാൽ അതിൻ്റെയൊക്കെ പിന്നിൽ മുഹമ്മദ് നബിയാണ് ഉണ്ടായിരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടുപ്പമാണ് മുഅ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബറക്കത്ത്. ഈ ഉമ്മത്തിൽ ഏറ്റവും ബറക്കത്തുണ്ടായ ഒരാൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. 100 ചില്ലാനം വയസ്സ് അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുണ്ടെന്നാണ്. മഹാനവറുകൾക്ക് 100-ൽ അധികം ഹാഫിളീങ്ങളായ മക്കളുണ്ടായി എന്നാണ്. ഒരിക്കൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തതായിരുന്നു കാരണം. അനസ് റളിയല്ലാഹു അൻഹുവിന് മക്കൾ മാത്രമല്ല, ആ മക്കളെ നോക്കാനുള്ള മുതലും അല്ലാഹു തആല കൊടുത്തു. മദീനയിൽ എല്ലാവരുടെയും ഈത്തപ്പനത്തോട്ടം വർഷത്തിൽ ഒരു തവണ കായ്ക്കുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈത്തപ്പനത്തോട്ടം വർഷത്തിൽ 2 തവണ കായ്ക്കാറുണ്ടായിരുന്നു എന്ന് താരീഖിലുണ്ട്. 130-ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ തലയിൽ ഒറ്റ മുടിയും നരച്ചിട്ടുണ്ടായിരുന്നില്ല. 10 വയസ്സിൽ താഴെ പ്രായമുള്ള സമയത്തൊരിക്കൽ അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ തലയിൽ ഒന്ന് കൈവച്ചിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം. അപ്പോൾ മുഹമ്മദ് നബിയോടുള്ള അടുപ്പമാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടുപ്പം തന്നെയാണ് ഒരു മനുഷ്യൻ്റെ നിഅമത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടുപ്പമാണ് സലാമത്ത് എന്ന് പറയുന്നത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള താല്പര്യവും ആ താല്പര്യത്തിൽ നിന്നും ഉണ്ടായിത്തീരുന്ന മാനസികമായ അവസ്ഥയുമാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. റഹ്മത്ത് സത്യത്തിൽ ഒരു പ്രവർത്തനമല്ല, അതൊരു മനസ്സാണ്. ആ മനസ്സുള്ളവനിൽ നിന്ന് വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും വാത്സല്യമുള്ളതായിത്തീരും. സാധാരണ നമുക്കൊരു നാടൻ പ്രയോഗമുണ്ട്, തള്ള ചവിട്ടിയാൽ കുട്ടി ചാവൂല. അതായത് കോഴിക്കുട്ടികളെ നമ്മളെന്തെങ്കിലും ഒരു തോർത്തുകൊണ്ട് എടുത്തുകൊണ്ട് ഒരു കൊട്ടെടുത്താൽ കോഴിക്കുട്ടികൾ ചാവും. അതേസമയത്ത് കോഴിക്കുട്ടിയുടെ തള്ള അതിൻ്റെ മേലെ കയറിയിരുന്നാലും കോഴിക്കുട്ടി ചാവൂല. എന്തേ കാരണം? റഹ്മത്തുണ്ട് എന്നതാണ്. അപ്പോൾ റഹ്മത്തുള്ളവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും റഹ്മത്തായിരിക്കും. റഹ്മത്ത് എന്ന് പറഞ്ഞത് മനസ്സിൻ്റെ ഒരു പ്രത്യേകമായ അവസ്ഥയാണ്. ഈ അവസ്ഥ ഒരു മനുഷ്യന് വന്നു ചേരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യത്തിൽ നിന്നാണ്,
കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് റഹ്മത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നാം പത്തിൻ്റെ റഹ്മത്തിൻ്റെ 10ൻ്റെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ 10 മഗ്ഫിറത്താണ്. മഗ്ഫിറത്തിൻ്റെ രഹസ്യവും മുഹമ്മദ് നബി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലൗ അന്നഹും യളലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. നബിയെ, അവർ അവരുടെ അംഫുസിനെ, ശരീരങ്ങളെ ആക്രമിക്കുകയും അവർ താങ്കളുടെ അടുക്കൽ വരികയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും താങ്കൾ അവർക്ക് പൊറുത്തു കൊടുക്കാൻ വേണ്ടി പറയുകയും ചെയ്താൽ ഞാൻ അവർക്ക് പൊറുത്തു കൊടുക്കുമെന്നാണ്. മഗ്ഫിറത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടങ്ങാത്ത താല്പര്യമുള്ള ഒരു മനുഷ്യനോട് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യിക്കണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോടും അലി റളിയല്ലാഹു അൻഹുവിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിയത്ത് ചെയ്ത ഒരു താരീഖുണ്ട്. അതാണ് ഖറൻ നിവാസിയായ യമൻകാരനായ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹുവിൻ്റെ താരീഖ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കുകയും എന്നാൽ നബി തങ്ങളെ കാണാൻ വേണ്ടി അതിയായി ആഗ്രഹിക്കുകയും കാണാൻ അവസരം ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വലിയൊരു മനുഷ്യനാണ് സയ്യിദുന ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു അൽ യമനി എന്ന മഹാനുഭാവൻ. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഭൂമിയിൽ എത്രയോ മനുഷ്യന്മാരുണ്ട്, അവർ മുടി ചടകുത്തിയവരാണ്, മര്യാദക്ക് വസ്ത്രം ധരിക്കാത്തവരാണ്. അള്ളാഹുവിനെ കൊണ്ട് അവർ എന്തെങ്കിലും ഒരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാവും. ഇങ്ങനെ പറഞ്ഞപ്പോൾ സഹാബത്ത് ഒരിക്കൽ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഉവൈസ് ബിനു ആമിറുൽ ഖറനി എന്ന് പറയുന്ന ആളാണ്. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആ ആളെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആളെ ഒന്ന് വിശദീകരിച്ച് പറയാമോ? നബി തങ്ങൾ പറഞ്ഞു, അദ്ദേഹം മുഷിഞ്ഞൊരു മനുഷ്യനാണ്, അദ്ദേഹം തവിട്ട് നിറത്തിലുള്ള ശരീരപ്രകൃതമുള്ള ഒരാളാണ്, അദ്ദേഹം നീല കണ്ണുകളുള്ള ഒരാളാണ്, അദ്ദേഹം ദുനിയാവുമായി യാതൊരു ബന്ധമില്ലാത്ത ആളാണ്, അദ്ദേഹം തല എപ്പോഴും താഴ്ത്തുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ തല നെഞ്ചിലേക്ക് തട്ടിയിട്ടുണ്ടാവും, അങ്ങനത്തെ ഒരാളാണ്, അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ട് നിരന്തരമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞ് അവസാന നബി തങ്ങൾ പറഞ്ഞു, യാ ഉമർ വയ അലി, ഉമർ, അലി, നിങ്ങൾ ആരെങ്കിലും ആ മനുഷ്യനെ കണ്ടുമുട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കണം എന്ന് പറഞ്ഞു. മഗ്ഫിറത്തിൻ്റെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാനാണ് ഞാൻ ഈ താരീഖ് പറയുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, ഉമർ റളിയല്ലാഹു അലി റളിയല്ലാഹു എന്നിവർ ചോദിച്ചു, നബിയെ, ഞങ്ങളൊരു മനുഷ്യനെ കണ്ടുമുട്ടിയാൽ അദ്ദേഹം ഉവൈസുൽ ഖറനിയാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മാക്ക് ഖിദ്മത്തെടുത്തത് കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലാകമാനം വെള്ളപ്പാണ്ടുണ്ടായിരുന്നു. അള്ളാഹു ആ വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തുകയും കയ്യിൻ്റെ ഉള്ളനടിയിൽ ഒരു ദിർഹമിൻ്റെ വട്ടത്തിൽ മാത്രം വെള്ളപ്പാണ്ടിനെ അവശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ വലിയൊരു അടയാളമായി കാണാൻ സാധിക്കും. ഈ മനുഷ്യനെ കണ്ടുമുട്ടാൻ വേണ്ടി ഉമർ റളിയല്ലാഹുവിനും അലി റളിയല്ലാഹുവിനും 20 വർഷം അന്വേഷിച്ചു എന്നാണ്. 20 വർഷം കഴിഞ്ഞ് ഒരിക്കൽ ഹജ്ജ് സമയത്ത് അബൂ ഖുബൈസ് എന്ന മലയുടെ മുകളിൽ കയറി സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യാ അഹ്ലൽ ഹുജ്ജാജി മിനൽ യമൻ അഫീക്കും ഉവൈസ്, യമനിൽ നിന്ന് ഹജ്ജിന് വന്നിട്ടുള്ള ഹാജിമാരെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് എന്നു പേരായ ഒരാളുണ്ടോ എന്നിങ്ങനെ അബൂ ഖുബൈസ് മലയുടെ മേലെ കയറിയിട്ട് ഇങ്ങനെ ഉമർ റളിയല്ലാഹുവിനെ വിളിച്ചു പറഞ്ഞ് കേട്ടുകൊണ്ട് ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ അന്വേഷിക്കുന്നത് പോലത്തെ ഒരു ഉവൈസ് ഞങ്ങളുടെ നാട്ടിലില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു ഉവൈസ് ഉണ്ട്, അതെൻ്റെ സഹോദരൻ്റെ മകനാണ്, അയാൾ ഞങ്ങളുടെ ആടിന നോട്ടക്കാരനാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയാൾ എവിടെയാണുള്ളത്? നിങ്ങളുടെ കൂടെ ഹജ്ജിന് വന്നിട്ടുണ്ടോ? ഞങ്ങളുടെ കൂടെ ഹജ്ജിന് വന്നിട്ടുണ്ട്, അദ്ദേഹം അറഫയിൽ ഞങ്ങളുടെ ആടുകളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും അറഫയിലേക്ക് പോയി ആടിനെ നോക്കിക്കൊണ്ടൊരാളെ കണ്ടു. ലക്ഷണങ്ങളൊക്കെ നോക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞ ലക്ഷണമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാളുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, സഹോദരാ, നിങ്ങളുടെ ജോലി എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ആടിനെ നോക്കുന്ന മനുഷ്യനാണ്, നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് അബ്ദുള്ള എന്നാണ് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളെ ഉമ്മയുടെ പേരെന്താന്ന് ചോദിച്ചു. അബ്ദുള്ള എന്നിപ്പോൾ എല്ലാവർക്കും പേരും അറിയാലോ, ഒക്കെ അള്ളാഹുവിൻ്റെ അടിമ തന്നെയാണ്. നിങ്ങളെ ഉമ്മയുടെ പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, എന്തിനെപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ അന്വേഷിക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് ഒരാളെ കൊണ്ട് ദ്വാരപ്പിക്കാനും മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ആളുടെ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മുടിയിലും വസ്ത്രത്തിലുമൊക്കെ കാണാനുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൈയൊന്ന് നിവർത്തി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ കൈ നിവർത്തി കാണിച്ചു കൊടുത്തു. കയ്യിൻ്റെ ഉള്ളനടിയിൽ ഒരു ദിർഹമിൻ്റെ വട്ടത്തിൽ വെളുത്ത നിറം കണ്ടപ്പോൾ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉവൈസാണിത് എന്ന് മനസ്സിലായി. നബി തങ്ങൾ ഞങ്ങൾക്ക് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ചോദിച്ചു. ആന്ന് പറഞ്ഞു. അങ്ങനെ ദുആ ചെയ്യിച്ചു കൊടുത്തു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനും അലി റളിയല്ലാഹു അൻഹുവിനും വേണ്ടി ദുആ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ലൈതഹാ ലം തലിദ് ഉമർ, എത്ര യാ ലൈതഹാ ലം തലിദ് ഉമർ, ഉമർ ലം തുലിദ് ഉമർ, ഉമർ പ്രസവിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കെൻ്റെ ജോലിയും നിങ്ങൾക്ക് നിങ്ങളെ ജോലിയാണ്, നിങ്ങൾ ഇങ്ങനെ വെറുതെ അതും ഇതൊക്കെ പറഞ്ഞാണ് നിൽക്കാൻ നോക്കണ്ട, ഞാൻ എൻ്റെ ജോലി ചെയ്യട്ടെ, നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി ചെയ്തോളി എന്ന് പറഞ്ഞു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് കുറേ ദൂരേക്ക് മാറിയിട്ട് അയാൾ എന്താണ് ചെയ്യണത് എന്നിങ്ങനെ നോക്കി നിന്നു. നേരം ഇരുട്ടായപ്പോൾ ആടുകളെയൊക്കെ തൊളിച്ച് യജമാനന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി ആക്കി കൊടുത്ത് അയാൾ മടങ്ങി വന്ന് വീണ്ടും നിസ്കാരം ആരംഭിക്കുന്നത് കണ്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോയി എന്നാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു മനുഷ്യനോട് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആശിഖുർ റസൂലായ സയ്യിദുനാ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹുവിനോടാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുനാഫിഖായ അബ്ദുല്ലാഹിബിന് ഉബയ്യ് സുലൂൽ എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടങ്ങിയവരാക്കിയ ആളായിരുന്നു. അതുകൊണ്ട് മഗ്ഫിറത്തിൻ്റെ രഹസ്യവും മുഹമ്മദ് നബിയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ 10 ഇത്ഖും മിനന്നാറിൻ്റെ 10 നരകമോചനത്തിൻ്റെയും രഹസ്യം മുസ്തഫായ നബി തങ്ങളാണ്. ഹിസാബ് കഴിഞ്ഞ് ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും തിരിക്കപ്പെട്ടാൽ സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് പോവുകയും നരകാവകാശികൾ നരകത്തിൽ ചാടുകയും ചെയ്യും. നരകത്തിൻ്റെ ഏറ്റവും മുകളിലെ തട്ടിനാണ് ജഹന്നം എന്ന് പറയുന്നത്. വിശ്വസിച്ച് കുരുത്തക്കേട് കാട്ടിയ ആൾക്കാർ ഏറ്റവും മേലത്തെ തട്ടിലുണ്ടാവും. അള്ളാഹുവിൽ വിശ്വസിച്ച കുറേ ആളുകൾ നരകത്തിലുണ്ടെന്ന വിവരമറിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതും ഷഫാഅത്ത് ചെയ്യുന്നു. അങ്ങനെ ഷഫാഅത്തിനൊടുവിൽ എന്താണ് ഉദ്ദേശമെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവേ, നിന്നെ കൊണ്ട് വിശ്വസിച്ച കുറേ ആളുകൾ നരകത്തിലുണ്ട്, അവരെ മോചിപ്പിക്കാൻ ഒരവസരം തരണമെന്ന് പറയുന്നു. അള്ളാഹു അവസരം നൽകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത് ഷഫാഅത്ത് ചെയ്യുകയും മുഖത്ത് ഈമാൻ്റെ പ്രകാശം കാണുന്ന മുഴുവൻ ആളുകളെയും മോചിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഓർഡർ ഉണ്ടാവുകയും നരകത്തിൽ ചെന്നുകൊണ്ട് മുഖത്ത് ഈമാൻ്റെ പ്രകാശമുള്ള മുഴുവൻ ആളുകളെയും മോചിപ്പിച്ച് സ്വർഗാവകാശികളാക്കുകയും ചെയ്യും. അവസാനം അള്ളാഹു ചോദിക്കും, നബിയെ, ഈമാനിലെ എല്ലാ മനുഷ്യന്മാരെയും മോചിപ്പിച്ചോ? നബി തങ്ങൾ അതേ മോചിപ്പിച്ചു എന്ന് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നരകത്തിൽ ഹാജരാവുകയും അവൻ്റെ ഖുദ്റത്തിൻ്റെ കരങ്ങളെ കൊണ്ട് 3 പിടി മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റൂല എന്നാണ്, കരിഞ്ഞ കരിക്കട്ടകളെ വാരി പുറത്തേക്ക് കൊടുക്കുകയും ആ മനുഷ്യന്മാരെ മാഉൽ ഹയാത്ത് എന്ന വെള്ളത്തിൽ കുളിപ്പിച്ച് സുന്ദരന്മാരും സുന്ദരികളുമായ 33 സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്നതിനെയാണ് ഇത്ഖും മിനന്നാർ, നരകമോചനത്തിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത്. അതിൻ്റെ രഹസ്യവും മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്ന ഒരാശയം, ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ ഈ ശരീഅത്തിലെ ഏത് ഇബാദത്തുകൾ പരിശോധിച്ചു നോക്കിയാലും അതിൻ്റെ എല്ലാം പിന്നിലെ രഹസ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക് മഹബത്ത് അടങ്ങാത്ത താല്പര്യമാണ് എന്ന് കാണാം. അതുതന്നെയാണ് ഈമാനിൻ്റെയും അസ്ല് അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് റമദാൻ മാസത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട പഠന വിഷയം അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങളെ പഠിക്കണം, നബി തങ്ങളെ പഠിച്ച് നബി തങ്ങളോട് ഇഷ്ടമുണ്ടാവണം. ആ ഇഷ്ടത്തിൽ നിന്നാണ് ഇബാദത്ത് വന്നു ചേരുന്നത്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണമെന്നാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യത്തിൽ നിന്നാണ് ഈമാനും അമലുസ് സ്വാലിഹാത്തും വന്നു ചേരുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ
പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും സമയം കണ്ടെത്തണം എന്ന ഒരു നസീഹത്താണ് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആളുകളോടും ഈ സമയത്ത് നൽകാനുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, ജഗന്നിയന്താവായ റഹ്മാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ ചേർക്കട്ടെ, സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധമായ റമദാനിനെ നല്ല നിലയിൽ വരവേൽക്കാനും യാത്രയേക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ശബ്ദം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും സലാമത്തും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്യണം എന്ന് വസിയ്യത്ത് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും ദുആയിൽ ഞാനും ഉൾപ്പെടുത്തുന്നതാണ്. വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.